നമസ്കാരം. കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി രാഹുൽ ഗാന്ധി എന്ന് മുൻ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആചാര്യ പ്രമോദ് കൃഷ്ണ പറയുന്നു. രാഹുൽ ഉള്ളിടത്തോളം കാലം പാർട്ടി ആർക്കും രക്ഷിക്കാനാകില്ല എന്നുകൂടി പറയുകയാണ്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർക്കൊപ്പമുണ്ടായിരുന്ന നേതാക്കൾ ഇന്ന് അപമാനിക്കപ്പെടുകയാണ് എന്നുകൂടി പ്രമോദ് കൃഷ്ണ പറഞ്ഞു വെക്കുന്നു. ഈ സംഭാലിലെ എച്ചോഡ കമ്പോഹിലെ കൽക്കി ധാമിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ഇദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ അധപ്പതനത്തെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുലിൻ്റെ മാനസിക നില എന്ന് പറയപ്പെടുന്നത് തെറ്റിയിരിക്കുകയാണ് എന്നും എന്തും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും ദേശീയ പ്രതീകമായിട്ടുള്ള ശ്രീരാമനും സനാതന ധർമ്മത്തിനും വിരുദ്ധമായിട്ടുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറും അല്ലെങ്കിൽ മാറിയിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. കമൽനാഥ്, ദിഗ്വിജയ്, ജിതിൻ പ്രസാദ്, RPN സിംഗ്, ആനന്ദ് ശർമ്മ, സുസ്മിത ദേവ്, ഗുലാം നബി ആസാദ് തുടങ്ങിയ നേതാക്കളോട് അവരോട് സംസാരിച്ചു നോക്കിയാൽ ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്താണ് എന്ന് വെളിപ്പെടുമെന്നും ആചാര്യ പ്രമോദ് കൃഷ്ണ പറയുകയാണ്. ഇന്ത്യ സഖ്യം കള്ളന്മാർ ചേർന്നുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് എന്നുകൂടി അദ്ദേഹം ആരോപിക്കുകയാണ്. ആരാണ് പരസ്പരം പുറകിൽ നിന്ന് കുത്തുന്നത് എന്നുള്ള ഒരു സംശയത്തിലാണ് ഈ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന സഖ്യം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആ സഖ്യത്തിലുള്ളവരടക്കം അങ്ങനെയാണ് ചിന്തിക്കുന്നത് തന്നെ. ഇന്ത്യ സഖ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മത്സരിക്കാനാകില്ല എന്നുകൂടി പറയട്ടെ. ജനങ്ങളെല്ലാം മോദിക്കൊപ്പമാണ്. മൂന്നാം തവണയും മോദിയുടെ നേതൃത്വത്തിൽ തന്നെ കേന്ദ്രത്തിൽ ഒരു സർക്കാർ ഉണ്ടാകാൻ പോവുകയാണ്. ആ സർക്കാർ രൂപീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നും തന്നെ പറയട്ടെ. പക്ഷേ അതേസമയം ഇവിടെ മായാവതി എന്ന് പറയപ്പെടുന്ന വളരെ ബുദ്ധിമതിയായിട്ടുള്ള രാഷ്ട്രീയക്കാരിയാണ്. കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേരരുത് എന്ന് അവർക്ക് വളരെ കൃത്യമായ നിശ്ചയമുണ്ട്. അവർ ഇന്ത്യ സഖ്യത്തിൽ ചേരില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന കള്ളന്മാരുടെ കൂടാരമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുങ്ങുന്ന ഒരു കപ്പലാണ് എന്ന് പറയേണ്ടി വരുന്നു. രാഹുലാണ് ഈ കപ്പൽ മുക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. മുങ്ങുന്നതിന് മുമ്പ് രക്ഷപ്പെടുകയാണ് പലരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഭാരതത്തിൽ സനാതന ധർമ്മത്തിനെതിരെ നിൽക്കുന്ന ഒരു പാർട്ടിയിൽ എങ്ങനെ ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും, അണികൾക്ക് പ്രവർത്തിക്കാൻ കഴിയും? കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയത് രാജ്യത്തിൻ്റെ ഭാഗ്യമാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് ബംഗാളിൻ്റെ ഭാഗ്യമാണ്. അല്ലായിരുന്നുവെങ്കിൽ ബംഗാൾ ഇപ്പോൾ ബംഗ്ലാദേശ് ആകുമായിരുന്നു എന്നുകൂടി പറയട്ടെ. ഇത് മറ്റാരും പറയുന്നില്ല. ആചാര്യ പ്രമോദ് പഴയ കോൺഗ്രസ്സുകാരനാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞു വെക്കുക. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഇങ്ങനെ തകർച്ചയിലേക്ക് തള്ളിയിടുവാൻ കഴിയുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ ചുമക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സംഘടന പോകുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇത്രയേറെ തകർച്ച നേരിടില്ല എന്നുകൂടി പറയട്ടെ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? 2024 കോൺഗ്രസ് അല്ലെങ്കിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ 44 സീറ്റുകൾ പോലും ഈ കോൺഗ്രസ്സിന് ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ 44 സീറ്റിൽ കേരളത്തിൽ നിന്ന് 19 സീറ്റ് 16 സീറ്റോളം കോൺഗ്രസിൻ്റെത് കേരളത്തിൽ നിന്നാണ്. ബാക്കിയുള്ള 28 സീറ്റുകളാണ് ഈ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് നേടി സമ്പാദിച്ചു വച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. 444 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു കേട്ടോ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്. ആ പ്രസ്ഥാനത്തിനെ ഇങ്ങനെ 44 സീറ്റിലേക്ക് എത്തിക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധിയൊക്കെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിൽ നിന്ന് തുടച്ച് പടിയടിച്ച് പിണ്ടവെക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. പടിക്ക് പുറത്താക്കുക ഇതുപോലെയുള്ളവരെ. രാഹുൽ ഗാന്ധിയൊന്നും കോൺഗ്രസിന് ആവശ്യമുള്ളവരല്ല. എന്തറിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ ചുമക്കേണ്ടി വരുന്നത് ഈ കോൺഗ്രസ്സുകാർ? ആ കോൺഗ്രസിനകത്ത് നല്ല നേതാക്കളുണ്ട്. അവരെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കൂ. നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണെന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. AICCയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പുണ്ടായപ്പോൾ എന്തിനാണ് ഒരു മത്സരത്തിലേക്ക് കോൺഗ്രസ് പോയത്? ആ മല്ലികാർജ്ജുൻ ഖാർഗെയെ മാറ്റി നിർത്തി ശശി തരൂരിനെ അവിടെ പ്രതിഷ്ഠിച്ചിരുന്നുവെങ്കിൽ BJPയോട് മത്സരിക്കുവാൻ ഒരു മുഖമെങ്കിലും ഉണ്ടായനെ കോൺഗ്രസിനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന എന്നേക്കുമായി ഇന്ത്യ വിടുകയാണ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലായിരിക്കും ഇനിയുള്ള കാലം വസിക്കാൻ പോകുന്നത് എന്നുകൂടി പറയട്ടെ. ഉറപ്പാണത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന വിദേശവാസിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർത്തും അമ്മയുടെ ഇറ്റലിയിലേക്ക് തന്നെ മടങ്ങുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ തകർത്തത് രാഹുൽ ഗാന്ധി മാത്രമല്ല കേട്ടോ.
ഞാൻ സോണിയാഗാന്ധിയെ കൂടി കുറിച്ച് പറയും. കാരണം സ്വന്തം ഭർത്താവിൻ്റെ ചിതയടങ്ങുമ്പോൾ, അത് എരിഞ്ഞടങ്ങി കഴിയുമ്പോൾ രാഷ്ട്രീയത്തിലേക്കും ഒപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കും കടന്നു വരാൻ ആഗ്രഹിച്ച ഇറ്റലിക്കാരിക്ക് ഇന്ത്യക്കാരിവിടെ ധാരാളം ഉണ്ടായിട്ടും അങ്ങനെ ഒരു മനസ്സുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ തകർച്ച തുടങ്ങിയത് ഇറ്റലിക്കാരിയുടെ ആ അത്യാഗ്രഹത്തിലൂടെയാണ് എന്ന് പറയേണ്ടി വരും. പിന്നീട് കോൺഗ്രസിന് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 10 വർഷം തുടർച്ചയായി പലരുടെയും കാരുണ്യത്താൽ UP എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിലൂടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിനെ ഭരിച്ചു മുടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊഴിച്ചാൽ പിന്നീട് ഒരിക്കലും കോൺഗ്രസിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു പരീക്ഷണം നടത്താമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ശശി തരൂരിനെ AICCയുടെ പ്രസിഡന്റാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. എന്തിന്? ഈ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മാറ്റി നിർത്തിയ പ്രിയങ്ക ഗാന്ധിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നേതാക്കളുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാമായിരുന്നു. അതും ചെയ്തില്ല. എന്തിനു വേറെ പറയുന്നു? ഇനിയുമുണ്ട് ആ കോൺഗ്രസിൽ പരിണതപ്രജ്ഞനായ അനേകം നേതാക്കൾ. ആദർശത്തിൻ്റെ മുഖമുള്ള ആൻ്റണിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ആൻ്റണിയെ പോലുള്ളവർ കഴുകന്മാരാണെന്ന് പറയേണ്ടി വരും. കാരണം അവരെപ്പോലുള്ളവർ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ മാത്രമാണ്. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ, സ്വന്തം നേട്ടങ്ങൾ മാത്രം നെയ്തെടുത്തവർ, അതാണ് AK ആൻ്റണിയെ പോലുള്ളവർ. AK ആൻ്റണിയും KC വേണുഗോപാലിനെയും പോലുള്ള സ്വാർത്ഥന്മാരെ കോൺഗ്രസിൽ നിന്നും തുടച്ചു നീക്കിയാൽ, രാഹുൽ ഗാന്ധി വിദേശവാസത്തിലും പോയാൽ, ഇനിയുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരു നാളിൽ ഈ കോൺഗ്രസ്സിന് ഒരു ഉയർച്ചയുണ്ടാകും, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. അതിന് പക്ഷേ വേണ്ടത് AK ആൻ്റണി, KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ തുളച്ചു നീക്കുക, പുതിയ മുഖങ്ങളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക, ശശി തരൂരിനെ പോലുള്ളവരെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദത്തിലേക്ക് എത്തിക്കുക, പ്രിയങ്ക ഗാന്ധിക്ക് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് കോൺഗ്രസിനെ നയിക്കുവാനുള്ള കരുത്ത് കൂട്ടുക. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായ ഇടത്ത് നിന്ന് വീണ്ടും ഒന്ന് കിളിർത്തു വരാൻ കഴിയൂ എന്നുകൂടി പറയട്ടെ. ഈ കോൺഗ്രസിൻ്റെ തകർച്ച 2024 ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൂർത്തിയാകും. മൂന്നാമതൊരംഗത്തിന് വീണ്ടും നരേന്ദ്രമോദി രംഗത്തെത്തും. നരേന്ദ്രമോദിയുടെ സർക്കാർ, BJP സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും കേന്ദ്രത്തിൽ. അതോടുകൂടി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഈ ഇന്ത്യയിൽ നിന്ന് തുളച്ചു നീക്കപ്പെടും, ചരിത്രത്തിൻ്റെ ഭാഗമാകും.